गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरा गुरुः परब्रह्मं तस्मै श्रीगुरवे नमः. ഓം ശ്രീ ഗുരവേ നമ. ഓം ശ്രീ ഗുരുഭ്യോ നമ. 2025 മെയ് 18 മുതൽ 24 വരെ, അതായത് മലയാള വർഷം 1200 ആണ്ട്, ഇടവം 4 മുതൽ 10 വരെയുള്ള വാരഫലമാണ് പറയാൻ പോകുന്നത്. ആദ്യമായി മേടക്കൂറിൻ്റെ ഫലങ്ങളാണ്. അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യപാദം എന്നീ നക്ഷത്രങ്ങളാണ് മേടക്കൂറിലുള്ളത്. ഇവർക്ക് ജന്മത്തിലും ധനസ്ഥാനത്തുമായി ബുധനും, ധനസ്ഥാനത്ത് സൂര്യനും, സഹോദരസ്ഥാനത്ത് വ്യാഴവും, സുഖസ്ഥാനത്ത് കുജനും, വ്യയസ്ഥാനത്ത് ശുക്രനും ശനിയും സഞ്ചരിക്കുന്ന സമയമാണ്. ബന്ധുക്കളുമായി കലഹത്തിന് സാധ്യതയുണ്ട്. വാക്കുകൾ സൂക്ഷിച്ച് പ്രയോഗിക്കുക. മാനസിക ബുദ്ധിമുട്ടുകൾ വർദ്ധിക്കും. ധനപരമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. രോഗങ്ങൾ വർദ്ധിക്കും. സർക്കാരിൽ നിന്ന് ഗുണാനുഭവങ്ങൾ ഉണ്ടാകാം. ശാരീരികമായ സുഖാനുഭവങ്ങൾ ലഭിക്കും. കാര്യതടസ്സം ഉണ്ടാവും. വയറിന് അസുഖം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ബന്ധുക്കളെ കൊണ്ട് ദുഃഖം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇഷ്ടജനങ്ങളുടെ വേർപാടുണ്ടാകും. ആഡംബര വസ്തുക്കൾക്കായി പണം ചെലവ് ചെയ്യേണ്ടതായി വരും. ഭാര്യാപുത്രാദികൾക്ക് രോഗം, അലച്ചിൽ എന്നിവ ഉണ്ടാകും. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, ശാസ്താപ്രീതി, മഹാലക്ഷ്മി പ്രീതി, ഭദ്രകാളി പ്രീതി എന്നിവ വരുത്തുക. അടുത്തത് ഇടവക്കൂറിൻ്റെ ഫലങ്ങളാണ്. കാർത്തിക മുക്കാൽ, രോഹിണി, മകയിരം ആദ്യത്തെ പകുതി എന്നിവയാണ് ഇടവക്കൂറിലുള്ളത്. ഇവർക്ക് ജന്മത്തിൽ രവിയും, ധനസ്ഥാനത്ത് വ്യാഴവും, സഹോദരസ്ഥാനത്ത് കുജനും, ലാഭസ്ഥാനത്ത് ശുക്രനും ശനിയും, വ്യയസ്ഥാനത്ത് ജന്മത്തിലുമായി ബുധനും സഞ്ചരിക്കുന്ന സമയമാണ്. ദേഹപീഡ വർദ്ധിക്കും. കോപം നിയന്ത്രിക്കണം. അഗ്നി, ആയുധം, വാഹനം എന്നിവ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക. ഭയമുണ്ടാകും. അഭീഷ്ടസിദ്ധി ഉണ്ടാകും. സന്തോഷാനുഭവങ്ങളും ബന്ധുസമാഗമവും പ്രതീക്ഷിക്കാം. ധനവരവും ശത്രുനാശവും ഉണ്ടാകും. പാപപ്രവൃത്തികളിൽ താൽപ്പര്യം വർദ്ധിക്കും. കുടുംബസുഖമുണ്ടാകും. വാക്കുകൾ ശ്രദ്ധേയമാകും. നിർഭയത്വവും സുഗന്ധദ്രവ്യ ലാഭവും ഉണ്ടാകും. വേണ്ടാത്ത കാര്യങ്ങൾ ഇടപെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതിയും ഗണപതി പ്രീതിയും വരുത്തുക. അടുത്തത് മിഥുനക്കൂറിൻ്റെ ഫലങ്ങളാണ്. മകേരം അവസാനത്തെ പകുതി, തിരുവാതിര, പുണർദം മുക്കാൽ എന്നിവയാണ് മിഥുനക്കൂറിലുള്ളത്. ഇവർക്ക് ജന്മത്തിൽ വ്യാഴവും, ധനസ്ഥാനത്ത് കുജനും, കർമ്മസ്ഥാനത്ത് ശുക്രനും ശനിയും, ലാഭസ്ഥാനത്തും വ്യയസ്ഥാനത്തുമായ ബുധനും, വ്യയസ്ഥാനത്ത് സൂര്യനും സഞ്ചരിക്കുന്ന സമയമാണ്. ധനനഷ്ടവും ബന്ധുക്കളുമായി വിരോധവും ഉണ്ടാകും. മൃഷ്ടാന്ന ലാഭവും ശയനസുഖവും പ്രതീക്ഷിക്കാം. അഗ്നി, ആയുധം എന്നിവ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക. ആരോഗ്യസ്ഥിതി മെച്ചമായിരിക്കുകയില്ല. സർക്കാരിൽ നിന്ന് ചിലപ്പോൾ ഗുണാനുഭവങ്ങൾ ഉണ്ടാകും. ഭാഗ്യദോഷം അനുഭവപ്പെടും. മുഖരോഗങ്ങൾക്ക് സാധ്യത. മധുരവാക്കുകളിലൂടെയുള്ള കാര്യസാധ്യമുണ്ടാകും. ദേശാന്തര ഗമനത്തിനും സ്ഥാനഭ്രംശത്തിനും സാധ്യത കാണുന്നു. തൊഴിൽപരമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. ദുഷ്പ്രവൃത്തിയും അലച്ചിലും ഉണ്ടാകും. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, ശാസ്താപ്രീതി, ലക്ഷ്മീനാരായണ പ്രീതി, ഭദ്രകാളി പ്രീതി എന്നിവ വരുത്തുക. അടുത്തത് കർക്കിടകക്കൂറിൻ്റെ ഫലങ്ങളാണ്. പുണർദം അവസാന പാദം, പൂയം, ആയില്യം എന്നിവയാണ് കർക്കിടകക്കൂറിലുള്ളത്. ഇവർക്ക് ജന്മത്തിൽ കുജനും, ഭാഗ്യസ്ഥാനത്ത് ശുക്രനും ശനിയും, കർമ്മസ്ഥാനത്തും ലാഭസ്ഥാനത്തുമായ ബുധനും, ലാഭസ്ഥാനത്ത് സൂര്യനും, വ്യയസ്ഥാനത്ത് വ്യാഴവും സഞ്ചരിക്കുന്ന സമയമാണ്. പിതൃതുല്യരായവർക്ക് അരിഷ്ടതകൾക്ക് സാധ്യത. കളത്രസുഖവും ധർമ്മപ്രവൃത്തികളും ഉണ്ടാകും. യാത്രാക്ലേശവും സാമ്പത്തിക ബുദ്ധിമുട്ടും ഉണ്ടാകും. ശത്രുനാശവും കളത്രസുഖവും ഉണ്ടാകും. മനോദുഃഖവും കാര്യതടസ്സവും പ്രതീക്ഷിക്കാം. രോഗശമനം ഉണ്ടാകും. വീഴ്ച, മുറിവ്, പൊള്ളൽ എന്നിവ ഏൽക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഭയം ഉണ്ടാകാം. ആഗ്രഹസാഫല്യം ഉണ്ടാകും. അനുഭവഗുണം വർദ്ധിക്കും. കർമ്മപുഷ്ടി ഉണ്ടാകും. ദോഷപരിഹാരാർത്ഥം ശാസ്താപ്രീതി, മഹാവിഷ്ണു പ്രീതി, ഭദ്രകാളി പ്രീതി എന്നിവ വരുത്തുക. അടുത്തത് ചിങ്ങക്കൂറിൻ്റെ ഫലങ്ങളാണ്. മകം, പൂരം, ഉത്രം ആദ്യപാദം എന്നിവയാണ് ചിങ്ങക്കൂറിലുള്ളത്. ഇവർക്ക് അഷ്ടമത്തിൽ ശുക്രനും ശനിയും, ഭാഗ്യസ്ഥാനത്ത് കർമ്മസ്ഥാനത്തുമായ ബുധനും, കർമ്മസ്ഥാനത്ത് സൂര്യനും, ലാഭസ്ഥാനത്ത് വ്യാഴവും, വ്യയസ്ഥാനത്ത് കുജനും സഞ്ചരിക്കുന്ന സമയമാണ്. കർമ്മരംഗത്ത് പുരോഗതി ഉണ്ടാകും. രോഗങ്ങൾ വർദ്ധിക്കും. മൃഷ്ടാന്ന ലാഭവും ശയനസുഖവും ഉണ്ടാകും. ആയുധങ്ങൾ, മൂർച്ചയുള്ള വസ്തുക്കൾ എന്നിവ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക. ദ്രവ്യനഷ്ടം, ഉഷ്ണരോഗങ്ങൾ എന്നിവ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാര്യവിഘ്നം ഉണ്ടാകും.
അഭീഷ്ടകാര്യസിദ്ധിയും സ്ഥാനപ്രാപ്തിയും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കളത്രസുഖം പ്രതീക്ഷിക്കാം. സന്താന ഗുണം കുറയും. ദോഷപരിഹാരാർത്ഥം ശാസ്താപ്രീതി, ശ്രീകൃഷ്ണപ്രീതി, ഭദ്രകാളിപ്രീതി എന്നിവ വരുത്തുക. അടുത്തത് കന്നിക്കൂറിൻ്റെ ഫലങ്ങളാണ്. ഉത്രം മുക്കാൽ, അത്തം, ചിത്തിരയുടെ ആദ്യത്തെ പകുതി എന്നിവയാണ് കന്നിക്കൂറിലുള്ളത്. ഇവർക്ക് കളത്രസ്ഥാനത്ത് ശുക്രനും ശനിയും, അഷ്ടമത്തിലും ഭാഗ്യസ്ഥാനത്തുമായി ബുധനും, ഭാഗ്യസ്ഥാനത്ത് സൂര്യനും, കർമ്മസ്ഥാനത്ത് വ്യാഴവും, ലാഭസ്ഥാനത്ത് കുജനും സഞ്ചരിക്കുന്ന സമയമാണ്. എല്ലാ കാര്യങ്ങളും മന്ദഗതിയിലാകും. ദൂരദേശ യാത്രകൾ വേണ്ടി വന്നേക്കാം. ഭാര്യയുടെ ആരോഗ്യസ്ഥിതി മോശമായേക്കാം. തൊഴിൽ രംഗത്ത് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. സന്താന ഗുണം ഉണ്ടാകും. ഗവേഷണ വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ കാലമാണ്. ഭൂമിയുടെ ക്രയവിക്രയത്തിലൂടെയുള്ള ലാഭത്തിന് സാധ്യത. ഭയം, ദുഃഖം, ശത്രുനാശം, മൃഷ്ടാന്നലാഭം എന്നിവ പ്രതീക്ഷിക്കാം. സ്വജനവിരഹവും അപമാനവും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, ശാസ്താപ്രീതി, മഹാവിഷ്ണുപ്രീതി എന്നിവ വരുത്തുക. അടുത്തത് തുലാക്കൂറിൻ്റെ ഫലങ്ങളാണ്. ചിത്തിര അവസാനത്തെ പകുതി, ചോതി, വിശാഖം മുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് തുലാക്കൂറിലുള്ളത്. ഇവർക്ക് ശത്രുസ്ഥാനത്ത് ശുക്രനും ശനിയും, കളത്രസ്ഥാനത്തും അഷ്ടമത്തിലുമായി ബുധനും, അഷ്ടമത്തിൽ സൂര്യനും, ഭാഗ്യസ്ഥാനത്ത് വ്യാഴവും, കർമ്മസ്ഥാനത്ത് ചൊവ്വയും സഞ്ചരിക്കുന്ന സമയമാണ്. ശത്രുനാശമുണ്ടാകും. രോഗശമനം പ്രതീക്ഷിക്കാം. ഏകാന്തത മനോവിഷമത്തിനിടയാക്കും. കുടുംബസൗഖ്യവും കർമ്മഗുണവും ഉണ്ടാകും. സ്വജനങ്ങളുടെ വിരോധത്തിന് സാധ്യതയുണ്ട്. ദുഷ്പ്രവൃത്തികളിൽ താൽപ്പര്യം വർദ്ധിക്കും. കാര്യവിജയം, ഭയം, സഞ്ചാര തടസ്സം എന്നിവ ഉണ്ടായേക്കാം. കലഹപ്രവണത ഒഴിവാക്കൂ. സ്ത്രീകൾ നിമിത്തം ദുഷ്പേരുണ്ടാകാൻ സാധ്യതയുണ്ട്. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, ശ്രീകൃഷ്ണപ്രീതി, ഭദ്രകാളിപ്രീതി എന്നിവ വരുത്തുക. അടുത്തത് വൃശ്ചികക്കൂറിൻ്റെ ഫലങ്ങളാണ്. വിശാഖം അവസാന പാദം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളാണ് വൃശ്ചികക്കൂറിലുള്ളത്. ഇവർക്ക് പുത്രസ്ഥാനത്ത് ശുക്രനും ശനിയും, ശത്രുസ്ഥാനത്തും കളത്രസ്ഥാനത്തുമായി ബുധനും, കളത്രസ്ഥാനത്ത് സൂര്യനും, അഷ്ടമത്തിൽ വ്യാഴവും, ഭാഗ്യസ്ഥാനത്ത് കുജനും സഞ്ചരിക്കുന്ന സമയമാണ്. ശാരീരിക അധ്വാനം വർദ്ധിക്കും. സഞ്ചാരക്ലേശമുണ്ടാകും. സാമ്പത്തിക ബുദ്ധിമുട്ട് നേരിടേണ്ടതായി വരും. കാര്യവിജയം, വസ്ത്രലാഭം, ഭയം എന്നിവ ഉണ്ടാകും. ശരീരക്ഷീണം അനുഭവപ്പെടും. ഉന്നതന്മാരുടെ പ്രീതി ലഭിക്കും. അരിഷ്ടതയും സ്വാതന്ത്ര്യക്കുറവും അനുഭവപ്പെടും. സന്താന ഗുണവും ബന്ധുഗുണവും ഉണ്ടാകും. കോപം നിയന്ത്രിക്കണം. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, ശാസ്താപ്രീതി, മഹാവിഷ്ണുപ്രീതി, ഭദ്രകാളിപ്രീതി എന്നിവ വരുത്തുക. അടുത്തത് ധനുക്കൂറിൻ്റെ ഫലങ്ങളാണ് പറയാൻ പോകുന്നത്. മൂലം, പൂരാടം, ഉത്രാടം ആദ്യപാദം എന്നിവയാണ് ധനുക്കൂറിലുള്ളത്. ഇവർക്ക് സുഖസ്ഥാനത്ത് ശുക്രനും ശനിയും, പുത്രസ്ഥാനത്തും ശത്രുസ്ഥാനത്തുമായി ബുധൻ, ശത്രുസ്ഥാനത്ത് സൂര്യൻ, കളത്രസ്ഥാനത്ത് വ്യാഴം, അഷ്ടമത്തിൽ കുജൻ എന്നിങ്ങനെ സഞ്ചരിക്കുന്ന സമയമാണ്. സുഖാനുഭവഹാനിയും ബന്ധുക്കൾക്ക് അരിഷ്ടതയും ഉണ്ടാകും. വാഹന ശയനസുഖവും അധികാരസ്ഥാനപ്രാപ്തിയും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സന്താന ഗുണവും കാര്യസിദ്ധിയും ഉണ്ടാകും. ജപധ്യാനാദികൾക്ക് മുടക്കം നേരിടും. ജ്വരവും ശത്രുശല്യവും ഉണ്ടാകും. ധനപരമായി മെച്ചമുണ്ടാകും. രോഗം ശമിക്കും. ആഗ്രഹസാഫല്യമുണ്ടാകും. ദോഷപരിഹാരാർത്ഥം ശാസ്താപ്രീതി, ശ്രീകൃഷ്ണപ്രീതി, ഭദ്രകാളിപ്രീതി എന്നിവ വരുത്തുക. അടുത്തത് മകരക്കൂറിൻ്റെ ഫലങ്ങളാണ്. ഉത്രാടം മുക്കാൽ, തിരുവോണം, അവിട്ടം ആദ്യത്തെ പകുതി എന്നിവയാണ് മകരക്കൂറിലുള്ളത്. ഇവർക്ക് സഹോദരസ്ഥാനത്ത് ശുക്രനും ശനിയും, സുഖസ്ഥാനത്ത് പുത്രസ്ഥാനത്തുമായി ബുധനും, പുത്രസ്ഥാനത്ത് സൂര്യനും, ശത്രുസ്ഥാനത്ത് വ്യാഴവും, കളത്രസ്ഥാനത്ത് കുജനും സഞ്ചരിക്കുന്ന സമയമാണ്. സ്ഥാനപ്രാപ്തിയും ആരോഗ്യവർദ്ധനവും ഉണ്ടാകും. ധനലാഭവും ശത്രുനാശവും ഉണ്ടാകും. അനുഭവഗുണം കുറയും. ബന്ധുസമാഗമം ഉണ്ടാകും. ദാമ്പത്യ കലഹത്തിനും ഉദരരോഗങ്ങൾക്കും സാധ്യത കാണുന്നു. ഭാഗ്യസിദ്ധി, അപമാനം, കാര്യവിജയം, അമിതമായ ചെലവ് എന്നിവ പ്രതീക്ഷിക്കാം. മനോവിഷമങ്ങൾ വർദ്ധിക്കും. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, മഹാവിഷ്ണുപ്രീതി, ഭദ്രകാളിപ്രീതി എന്നിവ വരുത്തുക. അടുത്തത് കുംഭക്കൂറിൻ്റെ ഫലങ്ങളാണ്. അവിട്ടം അവസാനത്തെ പകുതി, ചതയം, പൂരിട്ടാതി മുക്കാൽ എന്നിവയാണ് കുംഭക്കൂറിലുള്ളത്. ഇവർക്ക് ധനസ്ഥാനത്ത് ശുക്രനും ശനിയും, സഹോദരസ്ഥാനത്തും സുഖസ്ഥാനത്തുമായി ബുധനും, സുഖസ്ഥാനത്ത് സൂര്യനും, പുത്രസ്ഥാനത്ത് വ്യാഴവും, ശത്രുസ്ഥാനത്ത് കുജനും സഞ്ചരിക്കുന്ന സമയമാണ്. നയനരോഗങ്ങൾക്കും വിദ്യാതടസ്സത്തിനും സാധ്യതയുണ്ട്. ധനധാന്യ സമൃദ്ധിയും സുഖഭോഗങ്ങളും ഉണ്ടാകും. പുതിയ ഗൃഹനിർമ്മാണത്തെക്കുറിച്ച് കാര്യമായി ആലോചിക്കും. സന്താന ഗുണമുണ്ടാകും. ആശയവിനിമയത്തിൽ പ്രത്യേക ശ്രദ്ധ പുലർത്തുക. ബന്ധുഗുണം കുറയും. കാര്യങ്ങൾ അനുകൂലമായി തീരും. അനുഭവഗുണം വർദ്ധിക്കും. അമിതമായ ചെലവുണ്ടാകും.
ഭാഗ്യവർദ്ധനവ് പ്രതീക്ഷിക്കാം. മനോവിഷമം ഉണ്ടാകും. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, ശാസ്താപ്രീതി, ശ്രീകൃഷ്ണപ്രീതി എന്നിവ വരുത്തുക. അടുത്തത് മീനക്കൂറിൻ്റെ ഫലങ്ങളാണ്. പൂരിട്ടാതി അവസാന പാദം, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങളാണ് മീനക്കൂറിലുള്ളത്. ഇവർക്ക് ജന്മത്തിൽ ശനിയും ശുക്രനും, ധനസ്ഥാനത്തും സഹോദരസ്ഥാനത്തുമായി ബുധനും, സഹോദരസ്ഥാനത്ത് സൂര്യനും, സുഖസ്ഥാനത്ത് വ്യാഴവും, പുത്രസ്ഥാനത്ത് കുജനും സഞ്ചരിക്കുന്ന സമയമാണ്. ഗ്രഹവാഹനാദി സൗഖ്യവും സ്ഥാനപ്രാപ്തിയും ഉണ്ടാകും. മൃഷ്ടാന്ന ലാഭവും ശയനസുഖവും പ്രതീക്ഷിക്കാം. സർക്കാരിൽ നിന്ന് ഗുണാനുഭവങ്ങൾ ഉണ്ടാകും. കാര്യതടസ്സം നേരിടും. ഉചിതമല്ലാത്ത ചിന്തകൾ മനസ്സിനെ ഭരിക്കും. സന്താനങ്ങൾക്ക് അരിഷ്ടത ഉണ്ടാകാം. ധനപരമായി മോശം വരില്ല. ബന്ധുക്കളിൽ നിന്ന് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം. ദാമ്പത്യ സൗഖ്യം ഉണ്ടാകും. ശരീരസുഖം കുറയും. അന്യദേശ യാത്രകൾ വേണ്ടി വന്നേക്കാം. ദോഷപരിഹാരാർത്ഥം ശാസ്താപ്രീതി, മഹാവിഷ്ണു പ്രീതി, ഭദ്രകാളി പ്രീതി എന്നിവ വരുത്തുക.